ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനും യുവശക്തിക്കും പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകരും വനിതകളുമടക്കം എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് ധനമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ പ്രത്യേക പിന്തുണ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ആരംഭിക്കുമെന്നും ധനമന്ത്രി. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് പ്രത്യേക ദൌത്യത്തിന് രൂപം നൽകും. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് നിരാശാജനകമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന് ബജറ്റിൽ ഒന്നും ലഭിച്ചിട്ടില്ലെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാർത്തകൾ വിശദമായി. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. സുസ്ഥിര വളർച്ച, സാമ്പത്തിക അച്ചടക്കം, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയ്ക്കാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങളിൽ പ്രാധാന്യം നൽകിയത്. ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകർന്നതായും ശ്രീമതി സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്നിവരിലേക്ക് എത്തിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. ബദാം, വാൽനട്ട്, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി, 3 കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ സമഗ്ര വികസനത്തിനായി 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ നൽകും. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പാക്കും. 10,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. വസ്ത്രമേഖലയ്ക്കായി സംയോജിത പദ്ധതി നടപ്പിലാക്കും. ദേശീയ ഫൈബർ പദ്ധതി, ടെക്സ്റ്റൈൽ വിപുലീകരണ തൊഴിൽ പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ഉപവിഭാഗങ്ങൾ ഇതിലുണ്ടാകും. ഖാദി, കൈത്തറി, കരകൌശല മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിക്കും. I propose to launch the Mahatma Gandhi Gram Swaraj initiative to strengthen khadi, handloom and handicrafts. This will help in global market linkage and branding. It will streamline and support training, skilling, quality of process and production. ഇന്ത്യയിലെ ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖല ഇന്ന് വളർന്നുവരുന്ന വ്യവസായമാണെന്നും ധനമന്ത്രി പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും 2 ദശലക്ഷം പ്രൊഫഷണലുകൾ ഈ മേഖലയിൽ ആവശ്യമായി വരും. 15,000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയ്ക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ സമകാലികമാക്കി മാറ്റുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. പരിസ്ഥിതി സുസ്ഥിരമായ യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇതിനായി 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കും. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri.
ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികളും ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നു. ദിവ്യാംഗർക്ക് ഉന്നത നിലവാരമുള്ള സഹായോപകരണങ്ങൾ ഇതിലൂടെ ഉറപ്പുവരുത്തും. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. പുതുതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്യാൻസർ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. 2026-27 36.5 ലക്ഷം കോടി രൂപയുടെ വായ്പേതര വരുമാനവും 53.5 ലക്ഷം കോടി രൂപയുടെ മൊത്തം ചിലവുകളുമാണ് ബജറ്റിൽ കണക്കാക്കുന്നത്. ധനക്കമ്മി 4.5% കുറയ്ക്കുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള മാർഗരേഖയാണ് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പ്രതിരോധ മേഖലയ്ക്കായി 7.85 ലക്ഷം കോടി രൂപയെന്ന റെക്കോർഡ് വിഹിതം അനുവദിച്ചതിന് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു. 2026-27 കേന്ദ്ര ബജറ്റ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കരുത്തുറ്റ അടിത്തറയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. बजट में मैन्युफैक्चरिंग पे बहुत बड़ा फोकस दिया गया है. इलेक्ट्रॉनिक्स मैन्युफैक्चरिंग हो, सेमीकंडक्टर मैन्युफैक्चरिंग हो और आईटी सर्विसेज के लिए बहुत सिग्निफिकेंट सिंप्लीफिकेशन किया गया है. सेफ हार्बर और फास्ट ट्रैक APA के प्रोविजंस लाके ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയും തിരുത്തൽ വരുത്താൻ വിസമ്മതിക്കുകയും ചെയ്ത ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഉൽപാദനം കുറയുന്നതും നിക്ഷേപകർ മൂലധനം പിൻവലിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ബജറ്റ് അവഗണിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ബജറ്റ് നിരാശാജനകമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ധാതു ഇടനാഴി മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. എയിംസും അതിവേഗ റെയിലും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ബജറ്റിൽ ഒന്നും ലഭിച്ചില്ലെന്നത് തെറ്റായ പ്രചാരണമാണെന്നും ലഭിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ആഗോള വ്യാപാര മേഖലയിൽ നിലനിൽക്കുന്ന അസ്ഥിരതയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് തികച്ചും അച്ചടക്കത്തോടും യാഥാർത്ഥ്യബോധത്തോടും കൂടിയുള്ളതാണെന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് തിരുവനന്തപുരം മാനേജ്മെന്റ് അസോസിയേഷൻ മുൻ ട്രഷറർ ശ്രീ വിനോദ് ഹരിദാസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇപ്പോൾ നിലനിൽക്കുന്ന വേൾഡ് ട്രേഡ് ടെർമോയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ അച്ചടക്കത്തോടു കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും പ്രിപ്പയർ ചെയ്തൊരു ബഡ്ജറ്റായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ധാരാളം സെക്ടേഴ്സിൽ പല സ്കീംസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 7 സെക്ടേഴ്സിലാണ് സ്പെസിഫിക്കലി കൂടുതൽ എംഫസിസ് നൽകിയതായിട്ട് കാണുന്നത്. കൂടാതെ MSME സെക്ടേഴ്സിലുള്ള കമ്പനീസിന് ടാക്സ് കംപ്ലയൻസ് രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്ന പല സ്കീംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കേൾക്കാം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അരുൺ ശ്യാംനാഥ് സംസാരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനും യുവശക്തിക്കും പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകരും വനിതകളുമടക്കം എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് ധനമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ പ്രത്യേക പിന്തുണ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ആരംഭിക്കുമെന്നും ധനമന്ത്രി. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി, കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് പ്രത്യേക ദൌത്യത്തിന് രൂപം നൽകും. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് നിരാശാജനകമെന്ന സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കേരളത്തിന് ബജറ്റിൽ ഒന്നും ലഭിച്ചില്ലെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:15.